പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ഭയപ്പെടേണ്ട ഒരു മനുഷ്യനെ പറ്റിയാണ് ഞാനിനി പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ചാലക്കുടിയിൽ കസേര മനുഷ്യൻ എന്ന പേരിൽ ഒരാളെ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ അതുക്കും മേലെ എല്ലാവരും ഭയപ്പെടേണ്ട ഒരാൾ, മറ്റൊരു കസേര തമ്പുരാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അദ്ദേഹം ഏതു സമയവും കോപാക്രാന്തനാവും. പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗസ്ഥകളുടെ അടുത്ത് അദ്ദേഹം വളരെ പെട്ടെന്ന് കോപാക്രാന്തനാവും. എത്രയോ ഉദ്യോഗസ്ഥർ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ആ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയിരിക്കുന്നു, ദുഃഖത്തോടെ, വിഷമത്തോടെ. പക്ഷേ ഒരാളും ഒന്നും മിണ്ടില്ല. എന്താണ് കാരണം? അയാളൊരു കസേരത്തമ്പുരാനാണ്. കസേരത്തമ്പുരാൻ കിരീടവും ചെങ്കോലുമെല്ലാം കാടുകുറ്റി പാടത്ത് ഉപേക്ഷിച്ചു വന്ന ഒരു കസേരത്തമ്പുരാൻ. ആ തമ്പുരാൻ ആറാടുകയാണ്. എവിടെയാണ് അദ്ദേഹം ആറാടുകയാണ്? ബ്ലോക്ക് പഞ്ചായത്തിൽ. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അകത്തളങ്ങളിലാണ് കസേരത്തമ്പുരാൻ ആറാടുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം റംബൂട്ടാനും മാങ്കോസ്റ്റിനും മരുന്നടിക്കുന്ന കാര്യമാണ്. മരുന്നടിക്കുന്ന കാര്യം എവിടെയൊക്കെ മരുന്ന് തെളിക്കുമെന്ന് കസേരത്തമ്പുരാൻ തീരുമാനിക്കും. അതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞാൽ ഉറഞ്ഞാടും കസേരത്തമ്പുരാൻ. ആണായാലും പെണ്ണായാലും ഒരവിഹിതവും ഇവിടെ നടക്കാൻ പാടില്ല. അവിഹിതമോ? കേട്ടപാടെ കേൾക്കാത്ത പാടെ കുറേ മെമ്പർമാർ എഴുന്നേറ്റ് ചോദിച്ചു. ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പറഞ്ഞു, ആ വാക്ക് പിൻവലിക്കണം. അങ്ങത് പറയരുത്. നോ പ്രോബ്ലം. പാവം ഉദ്യോഗസ്ഥ ആ കൗൺസിൽ ഹാളിൽ നിന്ന് മൂങ്ങിക്കരഞ്ഞു. പക്ഷെ പരാതി കൊടുക്കാൻ അവർക്ക് പേടിച്ചു. എന്തുകൊണ്ട്? അയാളൊരു കസേരത്തമ്പുരാനായിരുന്നു. കിരീടവും ചെങ്കോലും കാടുകുറ്റി പാടങ്ങളിൽ ഉപേക്ഷിച്ച് വന്ന കറകളഞ്ഞൊരു കസേരത്തമ്പുരാൻ. കസേരത്തമ്പുരാൻ്റെ വിശേഷങ്ങൾ അറിയാം. ചാലക്കുടിയിൽ കസേര മനുഷ്യൻ മാത്രമല്ല, കസേരത്തമ്പുരാനുമുണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ചാലക്കുടിയുടെ ഹൃദയഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് രണ്ട് പ്രധാനപ്പെട്ട തദ്ദേശഭരണ സ്ഥാപനങ്ങളുള്ളത്. പടിഞ്ഞാറ് വശത്ത് നഗരസഭയും കിഴക്ക് വശത്ത് ബ്ലോക്കും. നഗരസഭയിൽ കസേര മനുഷ്യനാണെങ്കിൽ ബ്ലോക്കിലത് കസേരത്തമ്പുരാനാണ്. കസേരത്തമ്പുരാൻ പറയുന്നതേ ബ്ലോക്കിൽ നടപ്പിലാകൂ. എതിരഭിപ്രായം വന്നാൽ പിന്നെ പറയുന്നവർ വനിതാ ഉദ്യോഗസ്ഥകളാണെങ്കിൽ കഴിഞ്ഞു. വായിൽ നിന്ന് വരുന്നത് എന്താണെന്ന് കസേരത്തമ്പുരാന് പോലും അറിയില്ല. റംബൂട്ടാനും മങ്കോസ്റ്റിനുമുള്ള മരുന്നടിയാണ് ബ്ലോക്കിലെ ഇന്നത്തെ ചർച്ച. മുകളിൽ പറഞ്ഞിരിക്കുന്ന മങ്കോസ്റ്റിനും റംബൂട്ടാനും കൊഴിച്ചിലുകൾ വരാതിരിക്കാൻ അടുപ്പിച്ചടുപ്പിച്ച് ഇത് കൂടുതൽ കൃഷി ചെയ്യുന്ന 5 ഏക്കർ വീതമുള്ള ക്ലസ്റ്ററുകൾ കണ്ടെത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ മരുന്നടിക്കാനുള്ള ഒരു സർക്കാർ പദ്ധതിയാണിത്. ഉള്ളതു പറഞ്ഞാൽ മങ്കോസ്റ്റിനും റംബൂട്ടാനും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകളിലാണ്. ശരിക്കും ഈ മരുന്നടി പദ്ധതി ഈ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കണമെന്നാണ് കൃഷി ഉദ്യോഗസ്ഥ പറഞ്ഞത്. എന്നാൽ കസേരത്തമ്പുരാൻ അതിനെ എതിർത്തു. ഇത് ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതിയാണെന്നും സർക്കാരിൽ നിന്ന് തങ്ങൾക്ക് ഓർഡറുണ്ടെന്നുമാണ് കൃഷി ഉദ്യോഗസ്ഥ പറഞ്ഞത്. പിന്നെയാണ് കസേരത്തമ്പുരാൻ്റെ ആറാടൽ. നിങ്ങൾ അങ്ങനെ ഒരു അവിഹിതവും നടത്തണ്ട. പഞ്ച് ഡയലോഗിൽ യോഗത്തിലെ മറ്റ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനപ്രതിനിധികളും ഞെട്ടി. പിന്നെ കസേരത്തമ്പുരാൻ ഒരു ടർബോ ജോസായി മാറുകയായിരുന്നു. കസേരത്തമ്പുരാൻ്റെ ഈ പ്രകടനത്തിൽ ഉദ്യോഗസ്ഥ ഏങ്ങിക്കരഞ്ഞു. മുൻപും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥയും കസേരത്തമ്പുരാൻ്റെ പഞ്ച് ഡയലോഗിൽ അന്തിച്ചു നിന്ന് ഏങ്ങിക്കരഞ്ഞിട്ടുണ്ട്. പോരാട്ടക്കാരനായ വക്കീലും വികസനനാഥനായ ജനപ്രതിനിധിയും ഉൾപ്പെടെ എല്ലാവരും ഈ അവിഹിതമെന്നുള്ളത് പിൻവലിക്കാൻ പറഞ്ഞിട്ടും കസേരത്തമ്പുരാൻ ക്ഷമ പറയാൻ തയ്യാറായില്ല. എന്തായാലും കസേരത്തമ്പുരാൻ അടുത്ത പഞ്ച് ഡയലോഗ് അടിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പാർട്ടി തമ്പുരാനെ ഒന്ന് തിരുത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ്. വെറുതെ മൂങ്ങിക്കരയാതെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി പ്രതികരിക്കാനും പരാതി കൊടുക്കാനും ഉദ്യോഗസ്ഥകൾ തയ്യാറാവണം. അല്ലെങ്കിൽ ഒരു നാരായണി കമ്മീഷൻ ബ്ലോക്കിൽ വരേണ്ടി വരും. നന്ദി, നമസ്കാരം.